ഇനിയിപ്പോൾ ഞാൻ എന്തേയോടി? ഇനി എന്തേലും അവനെ നോക്കി അവൻ്റെ പിള്ളേരെ നോക്കി അവിടെ കഴിയുക, അത്രയേ ഉള്ളൂ. പൊടി മലരെ, ഞാനൊന്നുമില്ല, ഞാൻ നാടുവിടാൻ പോവാ. നാടുവിടാനാ? നീ എന്തായാലും കൊന്നോ നാടുവിടാനായിട്ട്? എടി, ഒരു മാഫിയയുടെ വൈഫൊക്കെ ആളെ നോക്കുമ്പോൾ അതൊരു പ്രത്യേക ഭാഗ്യം തന്നെയാണെന്ന് വെക്കാം. ഓ എന്ത് രസം, ആഹാ. എന്നാ നീ പോയി കേട്ടടി. അതെ, എനിക്കൊരാളുണ്ട്, അങ്ങനെ ഇപ്പോൾ എനിക്ക് വേറെ ആളെ വേണ്ട കേട്ടാ. ഞാൻ പോവാ, ടാറ്റാ. അപ്പോൾ പോട്ടെ മാഫിയയുടെ ഭാര്യ, പോടി. ഓ എനിക്ക് പേടിയാവുന്നു. ഡോ, ഇതെന്നെ അവളുടെ വീട്? യെസ് ബോസ്, ഇതന്നെ ആ കുട്ടിയുടെ വീട്. ഓക്കെ, യു മേ ലീവ് നൗ. താങ്ക് യു സർ. മൈ ബേബി ഗേൾ, ഐ ആം കം. ആരും മുട്ടുന്നിട്ട് ഈ സമയത്തേക്ക് നോക്കി വരും. ഹേ ബേബി ഗേൾ. ആരാ? ഇയാളോ? താനെന്താ ഇവിടെ? ഞാൻ എൻ്റെ ബേബി ഗേളിനെ കാണാൻ വന്നല്ലേ, ബട്ട് നീനും മറന്നിട്ടില്ല അല്ലേ? ഒന്ന് വഴി മാറ്റി ഞാൻ നാളത്തോട് വേണ്ട. എങ്ങോട്ടാണോ അങ്ങോട്ട് കയറി പോന്നെ? ഓ എന്തൊരു സമാധാനം. ഓഫീസിലൊക്കെ നല്ല വാഴക്കാരൻ. ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തേ. ഒന്ന് റെസ്റ്റ് ചെയ്യണേ, എനിക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെ പറഞ്ഞത്? ഹേ നത്തിങ്. നീ ഇരിക്കുന്നു, ഇങ്ങോട്ട് വാ. ഇവിടെ വിടണ്ട, പക്ഷെ അതിന് മുന്നേ എനിക്ക് സാധനം എടുക്കാനുണ്ട്, അത് എടുത്തിട്ട് ഞാൻ പോക്കോളാം. എന്ത് സാധനം? ദാറ്റ് വൺ. അങ്ങനെ ഒരുപാട് ദിവസം കഴിഞ്ഞു. ആ ദിവസമൊക്കെ ജങ്കുക്ക് ലാറയോട് ഇങ്ങനെ തന്നെയാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം ലാറയും അവളുടെ ഫ്രണ്ടും കൂടെ ഷോപ്പിംഗ് മാളിൽ പോയി. അവിടെ വെച്ച് ലാറ ജങ്കുക്കിനെ കാണുന്നു. അത് അയാളല്ലേ? അയാളോട് പെണ്ണ് നിൽക്കുന്നേ? ഇനി അയാളുടെ ലവറല്ലോ? ലാറ, വൈ യു ക്രൈ? എന്തിനാ നീ കരയുന്നേ? അയാളുടെ ആര് വേണ്ടി കൂടെ നിൽക്കട്ടെ, നിനക്കെന്താ? നോ നോ, ഐ ലവ് ഹിം. അത് ലാറയല്ലേ? അയ്യോ കണ്ട്. റോസി വാ, നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം. ലാറ നീ എങ്ങോട്ടേ പോകുന്നേ? എനിക്കവിടെ. എന്താടി, എന്താ ഇതിനെ പൊടി പിടിച്ച് വലിക്കാടി? നീ എന്താ എന്നടി ഇവിടെ കൊണ്ടുവന്നേ? എടി ഞാൻ അയാളെ കണ്ടടി, മറ്റേ ചേച്ചിയൊക്കെ. ആണോ? അന്ന് കാണിച്ചത് നമുക്ക് ഷോപ്പിംഗ് നടത്താം. ഇവിടെ തന്നെ വീട്ടിൽ പോകാൻ നോക്കി. ഇവിടെ നിനക്ക് നിൽക്കുന്ന അത്ര സുരക്ഷിതമായിരിക്കത്തില്ലല്ലോ. കാണിച്ചേ ഷോപ്പിംഗ് നടത്താം, നമുക്ക് വേറെ പ്ലേസ് ഷോപ്പിംഗ് നടത്താം. ഓക്കെ, നിൻ്റെ കവറ്. ഓക്കേടാ.